ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് മധു. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഈ കഴിഞ്ഞ 2018 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിട്ട് നമ്മൾ RRBയുടെ കാറ്റഗറി നമ്പർ CN01/2018 എന്നൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ALP ടെക്നീഷ്യൻ എന്നായിരുന്നു ഈ പോസ്റ്റിൻ്റെ പേര്. ആ എക്സാമിന് നമ്മളെല്ലാവരും ആപ്ലിക്കേഷൻ ഫീ, അതായത് ജനറൽ വിഭാഗക്കാർ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് 500 രൂപയും EBC എക്കോണമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി EBC അതേപോലെ തന്നെ OBCയുടെ താഴെയുള്ളവരൊക്കെ 250 രൂപയാണ് അടച്ചത് ആ എക്സാമിന്. അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ജനറൽ വിഭാഗക്കാർ 500 രൂപ അടച്ചത് 100 രൂപ മറ്റാണ് അവർ ആപ്ലിക്കേഷൻ ഫീ എടുക്കുള്ളൂ. ബാക്കി 400 രൂപ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ടും IFSC കോഡും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് തന്നെയാണ്ട് മുമ്പേ അവർ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു, എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും പറഞ്ഞു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വന്നിട്ട് ഒരു കാലാവധി കൊണ്ട് വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത ആൾക്കാരുടെ പകുതി പേരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കറക്റ്റായിട്ടല്ല കയറിയിരിക്കുന്നത്. അപ്പോൾ അവർ ഒന്നും കൂടി റീ എൻട്രി ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അവരൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മളെ എക്സാം അറ്റൻഡ് ചെയ്യില്ലേ, CN കാറ്റഗറി നമ്പർ CN01/2018 എന്ന ALP ടെക്നീഷ്യൻ എന്ന എക്സാമിന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അവരുടെ ആപ്ലിക്കേഷൻ ഫീ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറാൻ വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ഇന്നലെ കയറി നോക്കിയപ്പോൾ ഇന്നലെ ഞാൻ ഈ കാര്യം അറിഞ്ഞത്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇന്നലെ ഞാൻ കയറി നോക്കിയ സമയത്ത് എൻ്റെ ഡീറ്റെയിൽസ് അടിച്ച് നോക്കിയ സമയത്ത് 240 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാമെന്ന് മാത്രം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ALP ടെക്നീഷ്യൻ എക്സാം എഴുതി എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ഈ വീഡിയോ കണ്ടിട്ട് പൈസ കയറി അപ്ഡേറ്റ് ചെയ്തിട്ട് പൈസ കയറുമെങ്കിൽ അങ്ങനെ ഒരു ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രൊസീജിയർ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയോട് കൂടെ ചേർക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ RRBയുടെ CN01/2018 എന്നുള്ള കാറ്റഗറി നമ്പറിൽ ALP ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നും അതേപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് കയറിയോ, അതായത് ആപ്ലിക്കേഷൻ ഫീ ഒഴിച്ചുള്ള ബാക്കി എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയോ എന്ന് ഈ സൈറ്റിലൂടെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം RRBCDG.gov.in എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്കാണ് ഓപ്പൺ ആയി വരിക. അതിൽ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് 2-ാം തീയതി വന്ന നോട്ടിഫിക്കേഷനാണ്. അതായത് 2019 ജനുവരി 2-ന് വന്ന നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. സംഭവം കൊണ്ട് കാറ്റഗറി നമ്പർ CN01/2018 എന്ന് കാണിക്കുന്നുണ്ട്. ഇതിവിടെ ലാസ്റ്റ് ആയിട്ട് ALP ടെക്നീഷ്യൻ എന്ന് പോസ്റ്റ് നെയിം പറഞ്ഞിട്ടുണ്ട്. അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം എന്താ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരുപാട് പേരുടെ ശരിയല്ല. അത് കാരണം കൊണ്ട് റീഫണ്ട് ഒരുപാട് പേരുടെ ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് 6-ാം തീയതിക്കുള്ള അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഇന്ന് 6-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അതിന് എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വേറൊരു പോപ്പ് വിൻഡോ ഓൺ ആയ ശേഷം ഇങ്ങനെ കാണിക്കും. അതിൽ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ നമ്പർ അടിച്ചു കൊടുക്കണം. അവൻ്റെ നമ്പർ പറയുന്നത് 28-001-84-93 എന്നുള്ള ഒരു നമ്പറാണ്. വിഷ്ണു എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ 24 ഡേറ്റ് ഓഫ് ബർത്ത് വന്നു കഴിഞ്ഞാൽ 24 മാസം 1997. അതിനുശേഷം നമ്മളതിൽ ആക്സസ് കോഡ് അതേപോലെ സെക്യൂരിറ്റി കോഡ് അതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. ലോഗിൻ ചെയ്യാം. അവൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട്, പേര് വന്നിട്ടുണ്ട്, വിഷ്ണു എന്നാണ് അവൻ്റെ പേര്. ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ IFSC അക്കൗണ്ട് നമ്പർ വന്നിട്ടുണ്ട്, IFSC കോഡും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവന് അക്കൗണ്ടിലേക്ക് റീഫണ്ടായ എമൗണ്ട് കാണിക്കുന്നുണ്ട്. 240 രൂപയാണ് അവനെ ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ യുവർ എക്സാമിനേഷൻ ഫീ റീഫണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഇനിഷ്യേറ്റഡ് ടു യുവർ അക്കൗണ്ട് ആസ് ബിലോ. 240 രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ എൻ്റെ ഞാൻ നോക്കാൻ പോകണം.
ഞാൻ അതേപോലെ തന്നെ എൻ്റെ ഇത് ലോഗൗട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാൻ പോകണം. 2801 33 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിരിക്കുന്നു. ഒരുപാട് പേര് ശരിയായിട്ടുണ്ട്. ഞങ്ങളയച്ച എല്ലാവരും, ഞങ്ങൾ 4-5 പേര് ഒരുമിച്ച് അയച്ചത്, ഞങ്ങളുടെ എല്ലാവരും വന്നിട്ടുണ്ട്. അതെ, യുവർ എക്സാമിനേഷൻ ഫീ റീഫണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഇനിഷ്യേറ്റഡ് ടു യുവർ അക്കൗണ്ട് ആസ് ബിലോ. എൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് 240 രൂപ അതേപോലെ കയറിയിട്ടുണ്ട്. എൻ്റെ അതേപോലെ തന്നെ ഞാൻ 2-3 ഫ്രണ്ട്സിൻ്റെയും കൂടി ഇതേപോലെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഇതേപോലെ വന്നിട്ടുണ്ട്. വരാതായിട്ട് ആരുടെയും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ശരിയാണോ, അക്കൗണ്ടിലേക്ക് റീഫണ്ട് കയറിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞ വഴിക്കാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ വൈകിപ്പോയത്. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ ചെയ്യായിരുന്നു വീഡിയോ. കണ്ടില്ലേ, ഞങ്ങൾ എൻ്റർ ചെയ്ത എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 4-5 പേര് ഒരുമിച്ചാണ് അയച്ചത്. ഞങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് കയറി ചെക്ക് ചെയ്യുക. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ റെയിൽവേ എക്സാമിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.